പയ്യന്മാരിൽ നിന്നും ആലോചനകൾ ക്ഷണിക്കുന്നു. സോ ഗൈസ്, നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഒരു ഗെയിം ആണ്. ഓക്കെ, എന്താണ് ഗെയിം? ആ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ 15 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ക്വസ്റ്റിനും ഓരോരുത്തരും ആൻസറായി വരും. അവരെന്ത് ചെയ്യാ, മാവിൽ മുക്കി എടുക്കുക. അതാണ് ഗെയിം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഗെയിം കുറച്ചുകൂടി മനസ്സിലാവും അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, വായിക്കട്ടെ, ക്വസ്റ്റ്യൻ വായിക്കട്ടെ. റെഡിയാണോ? മാവിൽ മുങ്ങാൻ ഓക്കെ, ഐ ആം റെഡി. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും. ഓൾറെഡി മുങ്ങി. എടി കേട്ടോ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴത്തേക്കും പേര് വിളിച്ചിട്ട് മുക്കാം. അപ്പോഴും നീ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഞാൻ ഇവിടെ ആൻസർ ആയിട്ട് വന്നെങ്കിൽ ഇല്ല, ഒരാളെ ആൻസർ ആയിട്ട് വരുള്ളൂ. എന്നാലും കൂടുതൽ മെജോറിറ്റി നോക്കി മുക്കാം. ഓക്കെ ഓക്കെ, മുക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ രണ്ട് കുഴപ്പമുണ്ടോ? കൂട്ടത്തില് സീരിയസ് സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് പോലും ചിരിക്കുന്ന ആള് ആരാണ്? സത്യം പറഞ്ഞ പിന്നെ നീ മുങ്ങേണ്ടതാണ്. സത്യം പറഞ്ഞ അവള് സ്റ്റാർട്ട് ചെയ്യും, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇവരുമാര് രണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിലെ വായി നോക്കി സത്യം പറഞ്ഞ ഗൈസ്, വായി നോക്കി എന്നുള്ള വാക്ക് മാറ്റിയിട്ട് സൗന്ദര്യം ആസ്വദിക്കുന്ന ആൾ. എന്നെ മാത്രം മുക്കി. നല്ല വിഷമമുണ്ട്. 3 പേരും നന്നായിട്ട് സൗന്ദര്യം ആസ്വദിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ കൂട്ടത്തിൽ കൂടുതൽ ആസ്വദിക്കുന്നത് നമ്മുടെ അല്ല, പക്ഷെ നിങ്ങൾക്ക് മുങ്ങാൻ യോഗ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു. തുമ്മിക്കോ. അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തില് പഞ്ചൽ അല്ലാത്ത ആൾ ആര്? നമ്മൾ പോകാൻ വേണ്ടിട്ട് 11 മണിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഉറക്കം എഴുതിക്കുന്നത് 12 മണിക്കായിരിക്കും. ഞാൻ വെച്ച് ഓൾറെഡി ഡ്രസ്സൊക്കെ എടുത്ത് പറയാനില്ല. കൂട്ടത്തില് എല്ലാവർക്കും നിക് നെയിം ഇടുന്ന ആൾ. ഓക്കെ, അല്ല അതെന്തോന്ന് നെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോലെ നിക് നെയിംസ് ഇടാൻ കഴിവുള്ള ഒരു വ്യക്തി എന്റെ ഏരിയയിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കോണ്ടാക്ട്സിൽ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ ഞങ്ങളുടെ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കായാലും ഫാമിലിക്ക് ആയാലും സ്പോട്ട് ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ ഔട്ട്ലുക്ക് കണ്ടിട്ട് പേരിടും. എക്സാമ്പിൾ വേറെ എക്സാമ്പിൾ ഷാർ എന്ന് പറയുന്നത് പടയപ്പ. ഓക്കെ ഗൈസ്, സംസാരിക്കണ്ട. അടുത്തത്, കൂട്ടത്തില് ഏറ്റവും കൂടുതൽ കോമഡി പറയുന്ന ആൾ. ഇല്ല, ഇവളാണ് കൂടുതൽ. നമ്മൾ ഓഫ് ആയിരിക്കുന്ന സമയത്ത് വരെ അത്യാവശ്യം കോമഡി നമ്മളെ ചിരിപ്പിക്കാറുണ്ട്. വലിയ കോമഡി ഇല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവുണ്ട്. കഴിവേറി. ഇത് 2 കോമഡി ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത് ആര്? ഗൈസ്, ഇത് 3 പേരും മുങ്ങേണ്ടി വരും. 3 പേരും അടപടല തീറ്റി കഴിക്കും. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ് ഒരു കാര്യം പക്ഷെ അത് നല്ലൊരു ക്യാരക്ടറാണ്. കാരണം നമ്മൾ എടുക്കുന്ന ഫുഡ്, ഞാൻ വിളുവാണെങ്കിൽ ഒരു ആനയ്ക്കുള്ള ഫുഡ് എടുത്തിട്ട് കുറച്ചൊക്കെ മാത്രം കഴിക്കും. ഇവിടെ വെറുതെ കൊതി കാണിക്കും ഗൈസ്. എന്നിട്ട് ഒന്നും കഴിക്കില്ല. പക്ഷെ ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് ഞാൻ ഫുള്ള് കഴിക്കും ഗൈസ്. ഞാനും പക്ഷെ നല്ലോണം കഴിക്കും, നന്നായിട്ട് കഴിക്കും. എന്നാലും കമ്പാരിറ്റീവ്ലി കൂടുതൽ
ആരൊക്കെ ഗെയിമാണ് അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തെ സിഗ്മ ആര്? നിസംശയം അങ്ങനെ സിഗ്മ എന്നല്ല, ആൾക്ക് റിലേഷൻഷിപ്പിലാവണമെന്നൊക്കെ ഉള്ള ആള് സിംഗിൾ ആണ്. സിംഗിൾ ആണ്. റിലേഷൻഷിപ്പിൽ നമ്മളല്ലത്, നമ്മൾ സിംഗിൾ ആണ്. ഗൈസ് റിലേഷൻഷിപ്പിലാവണമെന്നുണ്ട്, പക്ഷെ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ ഓടും. അങ്ങനെയല്ല, എങ്ങനെയല്ല, അങ്ങനെ നല്ല പയ്യന്മാരിൽ നിന്നും ആലോചനകൾ ക്ഷണിക്കുന്നു. വേണ്ട മാർക്ക്. അങ്ങനെയല്ല, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും പെട്ടെന്ന് പിണങ്ങുന്ന ആൾ. ലെവലെ പിടിച്ചു മുക്ക്. നമ്മളങ്ങനെ പിണങ്ങാറില്ല, എന്നാലും കൂട്ടത്തിൽ കുട്ടി അച്ചു പറ്റൂ. എക്സാമ്പിൾ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നോർമലി അങ്ങോട്ടും കൂടെ എന്തെങ്കിലുമൊക്കെ കളിയാക്കാറുണ്ട്. പക്ഷെ അവൾക്ക് ആരെ വേണോ കളിയാക്കാം, ഞങ്ങളെങ്ങാനും ഞങ്ങള് നോർമൽ ലൈഫിലായാലും വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും കൂടെ എന്ത് കുറേ പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷെ ഇവൾക്ക് ആരെ വേണോ കളിയാക്കാം, ഒരു പ്രശ്നമല്ല. ഞങ്ങളെങ്ങാനും കളിയാക്കിയ കുഴപ്പമില്ല, വീഡിയോ എടുക്കാൻ പറ്റൂല. ശല്യം. ഇതിനൊക്കെ ചാനലിൽ നടിച്ച് കളയുന്ന സമയം കഴിഞ്ഞു. കൂട്ടത്തിലെ ഫേക്ക് ഇൻ ദ സെൻസ് ചില ആളുകളെ ചില സിറ്റുവേഷൻസിലും ചില ആളുകളെ ചില കോൾസ് വരുമ്പോഴും മാത്രം എക്സാമ്പിൾ ഹലോ എവിടെയാ ക്യാരക്ടർ എന്നല്ല, ഇങ്ങനെ ചില സിറ്റുവേഷൻസിൽ മാത്രം ഏറ്റവും കൂടുതൽ പാട്ട് പാടുമ്പോ സൂപ്പർ ആയിട്ട്. പോയാലോ? ഏറ്റവും കൂടുതൽ വയ്യാവേലികൾ തലയിലെടുക്കുന്നത് ആര്? ഗൈസ്, വയ്യാവേലികൾ ഒരു അമേരിക്ക കൂടെ പോകുന്നെങ്കിൽ ഇവിടെ സത്യമായിട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല. എല്ലാവരും പോയി ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി പിടിച്ചിട്ട് വരും. എനിക്കറിയാം, അങ്ങനെ വിശ്വസിക്കും ഗൈസ്. ഞാൻ ഒരാളെ പെട്ടെന്ന് വിശ്വസിക്കും, പക്ഷെ അവനെനിക്ക് പണിയൊന്നും നല്ല അടിയിലുണ്ടോ. ഓക്കെ, നല്ല ഭംഗി. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കട്ടെ, സമയം പോകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിറിക്സ് തെറ്റിച്ച് പാട്ട് പാടുന്ന കോൺഫിഡൻസ്. അതാണ് കോൺഫിഡൻസ്. തെറ്റാണ് പാടുന്നത്. ചിത്ര മാം എല്ലാരും അങ്ങനെയല്ലേ? അത് ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ ബ്ലണ്ടർ. അതിന്റെ ഒരു അഹങ്കാരമില്ല. കൂട്ടത്തിലെ ഫസ്റ്റ് റെഡിയായി എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്നതാണ്. പിടിച്ചോ, ഇത് എനിക്ക് നിനക്ക് വേണ്ടി മാത്രം. അതായത് നേരത്തെ ഞാൻ പഞ്ചറല്ലാന്ന് പറഞ്ഞു, ഓക്കെ അക്സെപ്റ്റഡ്. എവിടെയെങ്കിലും 5 മണിക്ക് പോകണമെങ്കിൽ 1 മണിയാകുമ്പോഴത്തേക്ക് ഒരുങ്ങി പൂട്ടിക്കെട്ടി ചെരുപ്പ് വിട്ട് നിൽക്കും. നല്ലതല്ലേ ഗൈസ്? അത് നല്ലതാണ്. അത് നിർബന്ധമാണ്. These two girls ഒരു ടീം. ഞാൻ ഇത് വെരി ബാഡ് ബിഹേവിയർ. ഓക്കേ, താങ്ക് യു. പോസ്റ്റ് തരുമ്പോൾ ഓക്കേ, കഴിഞ്ഞില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്തിനാ മേക്കപ്പ് ഇട്ടത്? കൂട്ടത്തില് ഏറ്റവും ദേഷ്യമുള്ള ആൾ. നിങ്ങൾ ഇങ്ങനെ മാവ് വീണ്ടും വേണ്ടി വരും ചേട്ടാ. സ്വന്തമായി മുങ്ങി. ഗുഡ് ഗേൾ. അനാവശ്യ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം. എനിക്ക് മുഖത്താ ശുണ്ടി. ഓക്കെ, അനാവശ്യ കാര്യം ചിലപ്പോ ദേഷ്യം വരുമല്ലേടി. അത് ചിലരൊക്കെ എങ്ങനെ സഹിക്കണോ. ഭയങ്കര ദേഷ്യമാണ്. കുറച്ചാൽ നന്നായിരിക്കും. ഇവക്ക് മൂക്കത്ത ഇടയ്ക്ക്. ഓക്കെ, അടുത്ത്
ഫോൺ എടുക്കാത്ത ആൾ അവളെ പിടിച്ച് മുക്ക്. കൺഫ്യൂഷൻ ആണ് ഈ രണ്ടുപേരും നോക്കണമെന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്നാണ് എടുക്കാത്ത ഫോൺ. പക്ഷെ ഇപ്പൊ ഇവിടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മുന്നേ എത്ര വിളിച്ചാലും എടുക്കും. പ്ലാൻ ചെയ്താണ് വന്നേ പറ്റൂ. വിളിച്ചാൽ ഇവളറിയാന്നുള്ള ഫാമിലി മെമ്പേഴ്സിനായാലും ഫ്രണ്ട്സിനായാലും ഒക്കെ അറിയാം. ഫ്രണ്ട്സില്ല പക്ഷേ നീ എന്താണ് ഫോൺ എടുക്കാത്ത എനിക്ക് ഫോൺ എടുക്കാൻ ഞാൻ പറയാം, ഇവിടെ ഫോൺ സൈലന്റ് ആയിരിക്കും എപ്പോഴും. അതാണ് reason. എപ്പോഴും 24 മണിക്കൂറും കാണാണ്ടാവും. സൈലന്റ് ഒരാവശ്യത്തിന് വിളിച്ചാൽ പോലും ഇന്നത്തേക്ക് ഇത്രയും ചോദ്യം മതിയോ? One more question. ചോദിച്ചോളൂ. Okay. എന്നെ ബുക്കാരായിരിക്കും ഇത് പ്ലാൻ. കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തി പടും ഗൈസ്. ഒരു സിനിമയോ പാട്ടോ ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. ചുമ്മാ ഇരുന്ന് കരയാ എല്ലാരും. അങ്ങനെയുള്ള കുറെ പേര് കാണും. പക്ഷെ ഇത് വല്ലാത്തൊരു ഫീലിങ്സ് ആണ് ഗൈസ്. നിഷ്കളങ്കമായ മനസ്സ് അതിൽ കൂടുതലേക്ക് നിഗൂഢയാണ് നിഗൂഢ. അപ്പൊ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. തൽക്കാലം ഞങ്ങൾ നിർത്തുവാണ്. കാരണം ഇനി മുങ്ങി കഴിഞ്ഞാൽ വയ്യ. ഒന്നാമത് അലർജിക് പേഴ്സൺ. ഇതെങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ പറയൂ ആരാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയത് ലാസ്റ്റ് ആയപ്പോ?